ഗൈസ്, ഞാനിപ്പോൾ ഈ ബിൽഡിങ്ങിനകത്തോടെ കയറി വരുമായിരുന്നു. അപ്പം ഒരു സെക്കൻഡ്. ഹായ് ഗൈസ്, ഞാനാണെങ്കിൽ ഇപ്പം ഈ ഒരു ബിൽഡിങ്ങിനകത്തോടെ കയറി വരുമായിരുന്നു. അപ്പോൾ ദൂരെ വന്നിട്ട് ഒരു കൂട്ടമായിട്ട്, അതായത് കുറച്ചൊന്നുമല്ല, ഒരു കൂട്ടമായിട്ട് തന്നെ എന്താ പറയുക, കുറേ പേര് ഒന്നിച്ച് നിന്നങ്ങ് ഇരിക്കും, നിരന്ന്. അതും കറുത്ത കളറിൻ്റെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരു 10, 15, 20, 25 പേര് നിരന്ന് നിന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിതില്ലേ, അതുപോലെ ഞാനിപ്പോൾ അവിടെ നിന്ന് കണ്ട് ഞാനത് കയറി വരുമായിരുന്നു അകത്തോട്ട്. അവിടുന്ന് ഇത് കയറി വരുന്ന ഭാഗത്തൊരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് വന്ന് തുരുമ്പിച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ച് പൊളിഞ്ഞു കിടക്കുകയാണ്. അതുവഴി കയറി റിസ്ക് ആയതുകൊണ്ട് തൊട്ടപ്പുറത്തുള്ള ഒരു കാട് കൂട്ടൊരു ഭാഗമുണ്ട്. അതുവഴി ഞാൻ കയറി വന്നത്. പക്ഷെ കയറി വന്നിട്ട് ഈ വരുന്ന വഴി മൊത്തം കാണിക്കുക. അപ്പം വല്ല പാമ്പ് വല്ലതും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലൈറ്റ് അടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഞാൻ ക്യാമറ റെക്കോർഡ് ഓൺ ആക്കിയിട്ടില്ലായിരുന്നു. റെക്കോർഡ് ഓൺ ആക്കാതെ വന്നുകൊണ്ട് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കേണ്ടി വന്നേ. മെയിൻ ലൈറ്റിൽ ഓൺ ആക്കിയിട്ടില്ല ഞാൻ. അപ്പോഴത്തേക്ക് എന്തോന്ന്, അതായത് എനിക്കത് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. അതുകൊണ്ടൊരു സംഭവം ഞാൻ അവിടെ നിന്ന് കണ്ട് അത് പെട്ടെന്ന് ലൈറ്റെല്ലാം സെറ്റ് ചെയ്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തേ. ഞാൻ കാണിക്കാതെ എവിടെ നിന്ന് കണ്ടതെന്നുള്ളത്. ഒരു സെക്കൻഡ്, ബ്രൈറ്റ്നസ് കൂട്ടിക്കോട്ടെ. അതുകൊണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഇങ്ങനെയാണ് കണ്ടത്, കുറേ പേര് നിൽക്കുന്നതായിട്ട്. അതെനിക്ക് തോന്നിയതാണോ അത് ഇല്യൂഷൻ തോന്നിയാണോ എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അതേപോലെ തന്നെ വന്ന വഴിയുണ്ട്, കാട് ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ് മൊത്തത്തിൽ. അവിടെ നിന്നാണ് കണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ഞാൻ കുറേ ഇത് കണ്ടത്. കുറേ നേരം മീൻ ഗൈസ്, ഞാൻ പറഞ്ഞ സംഭവം എനിക്ക് എന്താ മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഞാനിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു, ബാക്ക് സൈഡിൽ ഈ ഒരു സ്ഥലത്തായിട്ട് വന്നിട്ട് കുറേ പേര് വന്നിട്ട് കറുത്ത കളറിലെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഈ ഒരു കറുത്ത കളറിൻ്റെ രൂപത്തിൽ വന്നിട്ട് കുറേ പേര് നിരന്നിരിക്കുന്നത്. 10-20 ആൾക്കാരുടെ മേളിൽ കാണും. അതുകൂട്ട് നിൽക്കുന്ന കുറേ പേര്. ഒരു സെക്കൻഡ് ഇല്യൂഷനായിരുന്നു. അത് ഞാൻ കണ്ടതാണോ അതിരിക്കുന്നത് തോന്നിയതാണോ എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് അപ്പത്തൊട്ടുമാതിരി ശരിക്കും വിയർത്തിട്ട് ഒറ്റയ്ക്കേ തോന്നുള്ളൂ. തനിച്ചാണ് വന്നേക്കുന്നത്. ഇതൊരു എലോൺ ചാലഞ്ചാണ്. സോ ഞാൻ ബാക്കി കാര്യങ്ങൾ വന്നിട്ട് സെക്കൻഡായിട്ട് ഒരു ക്യാമറ അവിടെ നിന്ന് ഫിക്സ് ചെയ്തിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഒരു സെക്കൻഡ് ഗൈസ്, ഒരു ക്യാമറ ഞാണ്ട് ഇത് ഫുള്ള് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എനിക്കത് കണ്ടപ്പോൾ തൊട്ട് ഒരുമാതിരി എന്തോ പറയേണ്ടെന്ന് അറിയത്തില്ല. എനിക്കത് ഞാൻ അകത്ത് പോയിട്ട് ബാക്കി ഇൻട്രോ ആരെല്ലാം ഉണ്ടോ ഇവിടെ? ഹലോ, ആരെല്ലാം ഉണ്ടോ ഇവിടെ? ഞാനും നജീവ് വന്ന സമയത്ത് വന്നിട്ട് കൂടെ ഒരാൾ ഉണ്ടെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു ഫീല്. ബട്ട് ഇപ്പോൾ ഒരുമാതിരി ഒറ്റയ്ക്ക് വന്നപ്പോഴത്തേക്ക്, അതും ആ വീഡിയോ കണ്ടവർക്ക് അറിയാം, ചാപ്റ്റർ 1 ചാപ്റ്റർ 2 ഞാൻ ഇന്നലെ ഭാഗത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അതുകൊണ്ട് ഫുള്ള് മഴ പെയ്തിട്ട് നല്ല മഴയാണ് പുറത്ത്. ഇതുണ്ട് കാൽപ്പാടൊക്കെ ഉണ്ടോ? ഇത് വന്നിട്ട് എൻ്റെ ബാഗ് വിട്ടിരിപ്പുണ്ട്. ഞാൻ ബാഗ് വെച്ചിട്ട് വന്നിരിക്കുന്നത് അകത്തോട്ട്. ഞാനത് എനിക്ക് പറയാം ഡീറ്റെയിലായിട്ട്. എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട് കുറേയധികം റെസ്ട്രിക്ഷൻ കാര്യങ്ങളുണ്ട്. കാരണം ഒറ്റയ്ക്കല്ല എല്ലാം ഹാൻഡിൽ ചെയ്യണം, കുറേ കാര്യങ്ങളുണ്ട്. സോ പ്ലീസ് ഒന്ന് മനസ്സിലാക്കുക. വീഡിയോയ്ക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ലെവൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. ഈ റൂമിൽ തന്നെ ഭയങ്കര എക്കോ അടിക്കുന്നുണ്ട്. സോ അതുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ കയറി വന്നപ്പോൾ തന്നെ ഞാൻ കുറച്ച് പേരായി കുറേ ആൾക്കാർ ഒന്നിച്ച് നിന്ന് എങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ എൻട്രൻസ് ഇവിടെ കണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തൊട്ട് എൻ്റെ മൈൻഡ് സെറ്റ് മൊത്തത്തിൽ തന്നെ ഒരുപാട് വല്ലാത്തൊരു ഫീലാണ്. എനിക്ക് എങ്ങനെ പറയാമെന്ന് ഗൈസ് എന്നിട്ട്
പക്ഷെ കുറച്ച് കാര്യങ്ങളുണ്ട്. നജീബ് വരാൻ പറ്റാത്ത കുറച്ച് റീസണുണ്ട്. പേഴ്സണലായിട്ടല്ല, അവിടെ കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ബിസി ആയിട്ടിരിക്കുകയാണ്. അത് വരും വീഡിയോയിൽ ഞാൻ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം എന്താ സംഭവം എന്നുള്ളത്. അല്ല അവൻ തന്നെ പറയും എന്താ സംഭവം എന്നുള്ളത്. സോ അതുകൊണ്ട് എനിക്കത് വിളിക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ സമയങ്ങളിൽ വന്നിട്ട് ഒരു നല്ല കാര്യം നടക്കാൻ പോവാണ്. അതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് വിളിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഇങ്ങനെ ഒരു നെഗറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് വന്നേ പറ്റത്തുള്ളൂ. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ട് തന്നെ ഞാൻ ഇവിടെ റൂമത്തെ കണ്ട് കുറേ പേര് നിൽക്കുന്നതായിട്ട് കണ്ട്. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് മനസ്സിൽ ഒരുമാതിരി ഞാൻ വിയർത്തിട്ട് എനിക്ക് തന്നെ എന്തോ പോലെ ഫീൽ ആവുകയാണ്. കാരണം ഞാൻ ഇതിൽ അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് വിയർത്തിട്ട് എനിക്ക് തന്നെ എന്തൊക്കെയോ ഫീൽ ആവുകയാണ്. അത് എങ്ങനെ പറയാമെന്ന് പിടുത്തം കിട്ടുന്നില്ല. സോ ഞാനിവിടെ വന്നിട്ട് ഫസ്റ്റ് ഞാൻ ഇവിടെ വരും. ഫസ്റ്റ് ഞാൻ ഈ റോഡാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല പ്രോപ്പറായിട്ട്. ഫസ്റ്റ് ഞാൻ കയറി വന്നിട്ട് ബാഗ് ഇവിടെ വെച്ചിട്ട് നമ്മുടെ അപ്പുറത്തെ റൂം കഴിഞ്ഞ തവണ വന്നപ്പോൾ കുറേ തുണികളും സാധനങ്ങളും കിടക്കുന്ന കണ്ടു വന്നിരിക്കും. അവിടെ ഞാൻ പോയി നോക്കിയായിരുന്നു ആരും ഉണ്ടോ ഇനി ശരിക്കും ഇനി മനുഷ്യന്മാർ തന്നെ ഇവിടെ ഉണ്ടോ നോക്കിയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ആ റൂമിനകത്ത് കഴിഞ്ഞ തൊട്ടാണ് എനിക്ക് വന്നിട്ട് ഇവിടെ എന്തൊക്കെ സൗണ്ട് ഞാൻ കേട്ടു തുടങ്ങിയത്. സോ കുട്ടിച്ചാത്തൻ്റെ ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2ഉം കാണാത്തത് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. അത് കണ്ടാൽ മാത്രമേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. ഞാൻ സ്റ്റോറി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. നിങ്ങൾക്കറിയാം എന്താ സ്റ്റോറി എന്നുള്ളത്. ഇവിടെ വന്നിട്ട് കുട്ടിച്ചാത്തം ഉള്ളതായിട്ടും കുറച്ചൊരു പറയുന്നുണ്ടായിരുന്നു. സോ ഞാൻ ജിജിപ്പ് വന്നിട്ട് 2 ചാപ്റ്ററുകൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. 2 തവണ വന്നിവിടെ വീഡിയോ എടുത്തിട്ടുണ്ട്. 2 തവണ ഞങ്ങൾ സംഭവിച്ചൊക്കെ ഭയങ്കര കാര്യമാണ്. അത് ചാപ്റ്റർ 2ൽ വന്നിട്ട് എനിക്ക് സംഭവിച്ചത് ആ വീഡിയോ പ്രോപ്പറായിട്ട് എനിക്ക് എൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഒരുമാതിരി എന്തൊക്കെ സംഭവിച്ചിട്ട് ആ വീഡിയോ പ്രോപ്പറായിട്ട് എനിക്ക് എൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഈ വീഡിയോ. എന്താടാ എന്താടാ പോവാ സൂര്യ എന്തു പറ്റി നിനക്ക്? എന്താ നിൽക്കണ്ടോ? എടാ എന്താടാ സൂര്യ? എടാ എന്തു പറ്റിയടാ? എടാ സൂര്യ എന്തു പറ്റി? വെള്ളം സൂര്യ സൂര്യ എന്നാ വെള്ളം സൂര്യ എന്താ പറ്റിയേ? എടാ സൂര്യ എടാ എടാ ഇരുന്നേക്കടാ സൂര്യ കണ്ണോർക്കടാ എടാ. കൂട്ടിക്കോ. പക്ഷെ ഇതൊരു എലോൺ ചാലഞ്ചാണ്. കുറെ നാളുകൾക്ക് ശേഷം വന്നിട്ട് ഒറ്റയ്ക്ക് കുറഞ്ഞ് വീട് ചെയ്യാമെന്ന് വാങ്ങിച്ചിട്ട് ഉണ്ടായിരുന്നു എനിക്ക്. സോ അങ്ങനെ വീണ്ടും വന്നതാണ് ഇവിടെ. ഞാൻ കുറെ പറഞ്ഞ് വശമാക്കുന്നില്ല. സോ ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2ഉം കണ്ടിട്ട് ഈ വീഡിയോ കാണുക, എന്നാൽ മനസ്സിലാവത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ കുറേ അധികം ക്വാളിറ്റിയിൽ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ക്യാമറ ഹാൻഡിലിൽ കുറേ ബുദ്ധിമുട്ട് കാണുമായിരിക്കും. എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ മാത്രം സോ നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇതൊരു എക്സ്പ്ലോറിങ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇത് വന്നിട്ട് പ്രോപ്പർ എക്സ്പ്ലോറിങ് നോക്കാം. നമുക്ക് ആൾറെഡി നമ്മൾ എക്സ്പ്ലോർ ചെയ്തതുകൊണ്ട് തന്നെ സോ ഒരു എക്സ്പ്ലോറിങ് വീഡിയോ അല്ല. സോ അന്നത്തെ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ഒരു എൻഡ്, അത്രയും ഉദ്ദേശമുള്ള ഒരു വീഡിയോ. കുട്ടിച്ചാത്തൻ്റെ ചാപ്റ്റർ 3 ഇതൊരു എലോൺ ചാലഞ്ചാണ്. ഇതാണ് ലാസ്റ്റ് വീഡിയോ ഇവിടുത്തെ ആ ഒരു സീരീസിൻ്റെ. ഇതോടുകൂടി ഞാൻ ഇവിടെ അവരെ നിർത്താൻ പോവുകയാണ്. കാരണം ഭയങ്കര അധികം നെഗറ്റീവ് സംഭവങ്ങളുണ്ട്. അത് കുട്ടിച്ചാത്തനാണോ വേറെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, എനിവേ എന്തുവാണെങ്കിലും പരിപാടി നിർത്താൻ പോവാണ്. ഇതാണ് ലാസ്റ്റ് സീരീസ്, ഇവിടുത്തെ ലാസ്റ്റ് സീരീസ് ഇതാണ്. സോ നമുക്ക് ഉടനെ തന്നെ മോനെ